പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഈ ബുധനാഴ്ച ദിവസം ദൈവത്തിൻ്റെ സന്നിധിയിൽ വചനം പഠിപ്പാൻ ഇങ്ങനൊരു അവസരം നൽകിയ ദൈവത്തിന് ഏറ്റവും അധികം നന്ദി അർപ്പിക്കുന്നു. കഴിഞ്ഞ രണ്ടാഴ്ചയോളം വളരെയധികം ശാരീരികമായിട്ട് ബുദ്ധിമുട്ടിൽ കൂടെ അടിയങ്ങൾ കടന്നുപോയി. പ്രാർത്ഥനയിൽ ഓർത്ത കാര്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിച്ച എല്ലാ ദൈവമക്കളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, എല്ലാവരോടും നന്ദി പറയുന്നു. എല്ലാ ദൈവമക്കളുടെയും പ്രാർത്ഥന വീണ്ടും ചോദിച്ചു കൊള്ളുന്നു. നമ്മൾ ഈ ദിവസങ്ങളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പഠനത്തിന് ഒരു തടസ്സമുണ്ടാവാതിരിക്കാൻ ദൈവം എന്താണ് നമ്മളെക്കുറിച്ച്, നമ്മൾ പഠിക്കേണ്ടത് എന്ത് എന്ന് യഥാർത്ഥമായിട്ട് ദൈവത്തിനൊരു സിലബസ് ഉണ്ട്, ദൈവത്തിനൊരു പാറ്റേൺ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഞാൻ ആ ഒരു കാര്യം ആദ്യം തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും പല കാര്യങ്ങളിൽ നമ്മൾ പരാജയപ്പെടുമ്പോൾ, പല പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിച്ച്, പല പ്രശ്നങ്ങളിൽ നമ്മൾ പരാജയം മണക്കുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി, ദൈവമേ, ഞാൻ ഈ കാര്യത്തിൽ പരാജയപ്പെടുന്നുവല്ലോ, ദൈവമേ, ഇങ്ങനെ അല്ലല്ലോ കാര്യങ്ങളുടെ പോക്ക്, ഞാൻ ഇതുവരെ പഠിച്ചത്, ദൈവമേ അങ്ങനെ പഠിപ്പിച്ചത്, അത് പോരല്ലോ, അത് പര്യാപ്തമാകുന്നില്ലല്ലോ എന്ന് പലപ്പോഴും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥമായി, ദൈവമേ, അവിടുന്ന് അങ്ങയുടെ സത്യത്തിൽ എന്നെ നടത്തി പാലിക്കണമേ, അവിടുത്തെ സത്യം എന്നെ പഠിപ്പിക്കണമേ, ആ സത്യം എന്നെ യഥാർത്ഥമായി നടത്തണമേ എന്ന് ആത്മാർത്ഥമായി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ആഴത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ചില കാര്യങ്ങളെ വെളിപ്പെടുത്തുകയും, ആ വെളിപ്പെടുത്തി കിട്ടിയ കാര്യങ്ങളാണ് ഞാൻ പലപ്പോഴും ദൈവസഭയുമായിട്ട് പങ്കുവെക്കുന്നത്. അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥമായി ദൈവത്തിൻ്റെ ആ ഒരു വചനത്തിൻ്റെ ആഴങ്ങള്, വചനത്തിൻ്റെ മർമ്മങ്ങള് നമ്മളൊരു ആവശ്യക്കാരനായി ദൈവത്തിൻ്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളുടെ അടിസ്ഥാനപരമായ കാരണം നമുക്ക് യഥാർത്ഥമായി ദൈവത്തിൻ്റെ നോളജിൻ്റെ അപര്യാപ്തതയാണ്. പലപ്പോഴും നമ്മൾ പഠിച്ചു വരുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ യഥാർത്ഥമായിട്ട് നമ്മളെ പലപ്പോഴും കുടുക്കിൽ ചാടിക്കുന്ന പാറ്റേൺ ആണ് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന പാറ്റേൺ. ഞാനത് കുറച്ചുകൂടെ ആഴത്തിൽ ഇന്നത്തെ ബൈബിൾ സ്റ്റഡിയിൽ അത് പ്രൂവ് ചെയ്യാം, അത് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ. കാരണം പലപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുന്ന, നമ്മുടെ രക്ഷിക്കപ്പെടുന്ന അവസ്ഥ, നമ്മൾ സ്നാനപ്പെടുന്ന അവസ്ഥ, അഭിഷേകം പ്രാപിക്കുന്ന അവസ്ഥ, നമ്മൾ കൂട്ടായ്മ ആചരിക്കുന്ന അവസ്ഥ, ഓരോ ഗിഫ്റ്റ് ഓഫ് സ്പിരിറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻ, ഇനി ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റിൻ്റെ ഒക്കെ ഉണ്ടോ എന്ന് ആർക്കറിയാം, ഉണ്ടോ, അതൊക്കെ എത്ര പേർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇനി ഫ്രൂട്ട് ഓഫ് സ്പിരിറ്റ് ഉണ്ടെങ്കിൽ അത്, അങ്ങനെ പഠിച്ച ചില പാറ്റേണിൻ്റെ ഒരു രീതി അല്ല യഥാർത്ഥമായി ക്രിസ്ത്യൻ ലൈഫ്. യഥാർത്ഥമായി ദൈവത്തിൻ്റെ സിലബസിലാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ദിസ് ഈസ് നോട്ട് ദ വേ, ദിസ് ഈസ് നോട്ട് ദ സിസ്റ്റം ദാറ്റ് ഗോഡ് റിയലി വാണ്ട് us to know. ഹല്ലേലൂയ.
അതെന്തുകൊണ്ടാണെന്ന് പലപ്പോഴും പരാജയങ്ങൾ ഫേസ് ചെയ്ത് ദൈവത്തിന്റെ സന്നിധി, ദൈവമേ അങ്ങയുടെ സത്യം എന്നെ മനസ്സിലാക്കി നൽകണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ അവൻ വെളിപ്പെടുത്തുന്ന ആ സത്യവും ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന സത്യവും തമ്മിൽ, അല്ലെങ്കിൽ സത്യമെന്ന് ധരിച്ചിരിക്കുന്ന പല കാര്യവും തമ്മിൽ വലിയ അന്തരവും എൻ്റെ ആ വർഷങ്ങൾ പലപ്പോഴും ദൈവത്തിൻ്റെ ആ ഹിതപ്രകാരം അല്ലാതായി മാറിയിട്ടുണ്ട്. കാരണം എനിക്ക് ദൈവത്തിനെ കുറിച്ച് മനസ്സിലാവുന്നില്ല. ദൈവത്തിൻ്റെ സിസ്റ്റം എനിക്ക് യഥാർത്ഥമായി മനസ്സിലാകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് അവൻ വെളിപ്പെടുത്തി അവൻ മനസ്സിലാക്കി തരുമ്പോഴാണ് പലപ്പോഴും സത്യം വെളിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഞാനങ്ങനെ പറയാൻ കാരണം, അല്ലെങ്കിൽ പറഞ്ഞതുകൊണ്ട് ചിലപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാവാം. നമുക്ക് ആ കൺഫ്യൂഷൻ മാറ്റി ഉടൻ തന്നെ ദൈവത്തിൻ്റെ ആ വചനത്തിൻ്റെ സിസ്റ്റത്തിലോട്ട് വരാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ പഠിച്ചത്, സാജു ബ്രദർ ഓൾറെഡി വളരെ കറക്റ്റായിട്ട് പറഞ്ഞു. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം. നമുക്ക് ഒരു ആത്മാവുണ്ട്. നമുക്ക് ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു റൂഹ ആൻഡ് ഒരു മനുഷ്യനൊരു സോളുണ്ട്. ആ മനുഷ്യനൊരു ബോഡിയുമുണ്ട്. അപ്പോൾ ഈ സോളാണ് നിത്യതയിലോട്ടോ അല്ലെങ്കിൽ രക്ഷയിലോട്ടോ നിത്യ ശിക്ഷാവിധിയിലോട്ടോ പോകുന്ന സംഭവം സോളാണ്. ഈ മനുഷ്യന് ദൈവം നൽകിയ ഒരു സിസ്റ്റമാണ് ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ മനുഷ്യാത്മാവ് എന്ന് പറയുന്ന മനുഷ്യന്റെ റൂഹ. ഈ മനുഷ്യന്റെ റൂഹയിൽ പരിശുദ്ധാത്മാവ്, ദൈവത്തിന്റെ ആത്മാവാ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിലോട്ട് ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അത് യഥാർത്ഥമായിട്ട് അതിനകത്ത് സംവേദിക്കുവാൻ നമ്മൾ ദൈവത്തിന്റെ കയ്യിലോട്ടാ കൊടുക്കുന്നതെങ്കിൽ ദൈവികമായ കമ്മ്യൂണിക്കേഷൻ നമ്മളിൽ നടക്കും. ഇനി നമ്മൾ പ്രത്യേകിച്ച് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഉറപ്പായിട്ട് സാത്താനായിരിക്കും അതിനകത്ത് അക്സസ് ചെയ്യുന്നത്. സാത്താനികമായിട്ടുള്ള ചിന്താഗതികളും സാത്താനികമായിട്ടുള്ള സത്യങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന, നമ്മൾ വരുന്ന കൺക്ലൂഷൻ, അത് മിക്കവാറും ഈവിളായിരിക്കും. അതിൻ്റെ ഒരു റിയലൈസേഷനാണ് നമ്മൾ പത്രോസിൽ കണ്ടത്. പത്രോസിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഈ ദൈവപുത്രൻ, അത് യഥാർത്ഥമായ ആ സ്വർഗസ്ഥനായ പിതാവിന്റെ ആ പുത്രൻ എന്നുള്ള വെളിപ്പാട് വന്നത് പരിശുദ്ധാത്മാവിലാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഇതേ പത്രോസ് മാനുഷികമായ ചിന്തയിൽ, അവിടെ എഴുതിയേക്കുന്നത് വളരെ വ്യക്തം, നീ ദൈവത്തിന്റെ അല്ല മനുഷ്യന്റെ അത്രേ കരുതുന്നത്. മനുഷ്യന്റെ ഫ്രോണിയോ, ദൈവത്തിന്റെ ഫ്രോണിയോ അല്ല. ഫ്രോണിയോ എന്നുള്ള പദമാണ് അവിടുത്തെ ആപ്റ്റായിട്ടുള്ള പദം. യഥാർത്ഥമായ ഗ്രീക്കിലെ പദം അത് അങ്ങനെയാണ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വിസറൽ ആൻഡ് കൊഗ്നിറ്റീവ് തിങ്കിങ്. അതൊരു ഇംഗ്ലീഷിൽ ഒറ്റയടിക്ക് അതിനെ എടുത്ത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വിസറൽ തിങ്കിങ് ആൻഡ് കൊഗ്നിറ്റീവ് തിങ്കിങ്, അത് വരുന്നത് ദൈവത്തിൽ നിന്ന് അല്ല, പകരം മനുഷ്യരിൽ നിന്നാണ് എന്ന് പറഞ്ഞിട്ടാണ് യേശു ഒറ്റ ശാസന കൊടുത്ത്, സാത്താനെ എന്നെ വിട്ടുപോ, നീ ദൈവത്തിന്റെ അല്ല മനുഷ്യന്റെ അത്രേ കരുതുന്നത്. ഫ്രോണിയോ എടുക്കുന്നത് അവന്റെ മനുഷ്യന്റെ ഫ്രോണിയാണ്. ആർക്ക്? ഇതേ പത്രോസ് കുറച്ചു മുമ്പ് നടന്ന സിസ്റ്റത്തിൽ ഇതേ യേശു തന്നെ അറ്റസ്റ്റ് ചെയ്യുന്നതാണ്, നീ പറയുന്നത് നിന്നിൽ നിന്നല്ല, പകരം പരിശുദ്ധാത്മാവിൽ നിന്നാണ്, ദൈവത്തിൽ നിന്നാണെന്ന് പറഞ്ഞ അതേ യേശു തന്നെ ഇവനെ തന്നെ, അതേ ആ വ്യക്തിയെ തന്നെ ശാസിക്കേണ്ടി വന്നു. ശാസിച്ച് സാത്താനെ പുറത്താക്കേണ്ടി വരുന്നു. ഹല്ലേലൂയ. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ, യഥാർത്ഥമായി നമ്മൾ ചെയ്യേണ്ട യഥാർത്ഥമായ ഒരു ക്രിസ്ത്യാനി, ഒരു ദൈവഭക്തൻ, ഇവൻ പ്രാർത്ഥിക്കുന്നതിന് മുമ്പേ മനസ്സിലാക്കേണ്ടതും ചെയ്യേണ്ട കാര്യം, നമ്മൾ ബോധപൂർവം നമ്മുടെ റൂഹേനെ സാത്താന് കയറി നിരങ്ങാൻ അല്ല ഞാൻ ഏൽപ്പിക്കുന്നത്, പകരം ദൈവം എന്നോട് സംസാരിപ്പാനാണ്. ദൈവത്തിന്റെ കമ്മ്യൂണിക്കേഷൻ എന്നിൽ നടപ്പാൻ വേണ്ടി ഞാൻ എൻ്റെ ആത്മാവിന്, എൻ്റെ യേശുവെ അങ്ങയുടെ കയ്യിൽ തരുന്നു, അങ്ങനോട് സംവേദിച്ചാട്ടെ, അങ്ങന്റെ ഈ ആത്മാവിനെ നിയന്ത്രിച്ചാട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഒരു അവസ്ഥയിൽ നടക്കുന്ന കമ്മ്യൂണിക്കേഷനാണ് യഥാർത്ഥമായ ഒരു ആത്മീയ ഗൈഡൻസോടുകൂടെ നടക്കുന്ന കമ്മ്യൂണിക്കേഷൻ. ഇത് കേവലം ചില സമയത്ത് മാത്രം ചെയ്യേണ്ട കാര്യമല്ല. 24/7 ഇങ്ങനെ ആയിരിക്കണം എന്നാണ് ദൈവം വിഭാവനം ചെയ്തിരിക്കുന്നത്, ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഫണ്ടമെന്റൽ നോളജ് എല്ലാ വിശ്വാസികൾക്കും വേണം.
ഇത് മസ്റ്റായിട്ടുള്ള ഇതൊക്കെ ബേസിക് ആയിട്ട് നമുക്ക് അറിയേണ്ട ചില കാര്യങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് മുമ്പേ തന്നെ അറിയേണ്ട കാര്യങ്ങളാണ്. ഹല്ലേലൂയ. അതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ചത്. ഇനിയും ഇതേ പ്രാർത്ഥനയുടെ അടുത്ത ചില മർമ്മങ്ങൾ ആണ് ഇന്ന് നമ്മൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനയുടെ ആ ഓരോ കാര്യത്തിനും വളരെ ആഴത്തിലുള്ള സത്യങ്ങൾ അത് അടങ്ങിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥനയുടേതായ ഒന്നാമത്തെ ആ കാര്യം മത്തായി സുവിശേഷം 6-ാം അധ്യായം 9-ാം വാക്യം മാത്രം ഒന്ന് വായിക്കാം. മത്തായി സുവിശേഷം 6-ന്റെ 9. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പിൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. മതി. യേശു ഇവിടെ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ ഏറ്റവും ആദ്യം പഠിപ്പിച്ച കാര്യം ഈ ഫസ്റ്റ് തിങ് 9-ാം വാക്യത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ ഇവണ്ണം പ്രാർത്ഥിപ്പീൻ: സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. Pray then in this way: Our Father who is in heaven, hallowed be your name. Hallelujah. ഇതാണ് ഫസ്റ്റ് കേസാണല്ലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഏറ്റവും ആദ്യമായിട്ട് ഈ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ പ്രാർത്ഥനയുടെ ഏറ്റവും ആദ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് അവിടുത്തെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ. ഹല്ലേലൂയ. ആമേൻ. നമ്മള് ഈ ഒരു പോയിന്റ് നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് യേശു ദൈവത്തിന്റെ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്ന് പ്രാർത്ഥനയിൽ ഏറ്റവും ആദ്യമായിട്ട് തന്നെ പറയാൻ കാരണം? കുറച്ച് കഴിഞ്ഞല്ല എഴുതിയേക്കണേ. പ്രാർത്ഥന പഠിപ്പിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഒരു വ്യക്തിക്ക് ഫണ്ടമെന്റലായിട്ട് ആവശ്യമുള്ളൊരു കാര്യമായതുകൊണ്ടാണ് ദൈവം ഈ നാമം വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ള കാര്യം പഠിപ്പിക്കാൻ കാരണം. ഹല്ലേലൂയ. ഈ ഒരു കാര്യത്തിന്റെ മർമ്മം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു അടിസ്ഥാന വസ്തുതയാണ്. ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ ആഴ്ചക്കാലം ഒരു സങ്കീർത്തനം 31 കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കാര്യത്തിലേക്ക് വേണ്ടിയും നമ്മൾ പഠിച്ചായിരുന്നു. അതേ സങ്കീർത്തന വേദഭാഗങ്ങളിലൂടെ ഒന്നുകൂടെ നമുക്ക് കടന്നു പോകാം. സങ്കീർത്തനം 31-ന്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. സങ്കീർത്തനം 31-ന്റെ 1 മുതൽ 5 വരെ. ഞാൻ ഒരു നാൾ ലജ്ജിച്ചു പോകരുതേ. നിന്റെ നീതി നിമിത്തം എന്നെ വിടുവിക്കണമേ. നിന്റെ ചെവി എങ്കിലേക്ക് ചായ്ച്ച് എന്നെ വേഗം വിടുവിക്കണമേ. നീ എനിക്ക് ഉറപ്പുള്ള പാറയായും എന്നെ രക്ഷിക്കേണ്ടതിന് കോട്ടയായി വിരിക്കണമേ. നീ എന്റെ പാറയും എന്റെ കോട്ടയുമല്ലോ. നിന്റെ നാമം നിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. അവർ എനിക്കായി ഒളിച്ചു വച്ചിരിക്കുന്ന വഴിയിൽ നിന്ന് എന്നെ വിടുവിക്കണമേ. നീ എന്റെ ദുർഗമാകുന്നുവല്ലോ. നിന്റെ കയ്യിൽ ഞാൻ എന്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. വിശ്വസ്ത ദൈവമായ യഹോവേ, നീ എന്നെ വീണ്ടെടുത്തിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ചക്കാലം നമ്മൾ പഠിച്ച ആ വാക്ക് അല്ലെങ്കിൽ ആ മർമ്മത്തിന്റെ ബേസ് ആയിട്ട് നമ്മൾ ആധാരമാക്കിയ ആ ഒരു വാക്യം എന്ന് പറഞ്ഞത് 31-ന്റെ 5-ാം വാക്യമാണ്. നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. അപ്പോ നമ്മൾ കുറച്ച് വേറൊരു ഭാഗത്ത് പ്രോവർബ് 16-ൽ അതിൻ്റെ 2-ാം വാക്യത്തിൽ നമ്മൾ കണ്ടത് ദൈവം അല്ലെങ്കിൽ നമുക്ക് ഒരു വ്യക്തിക്ക് അവൻ ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അവൻ ചിന്തിക്കുന്നതൊക്കെ ശരിയെന്ന് തോന്നുന്നു. ഒരു ശരിയിലോട്ടാണ് അവൻ അല്ലെങ്കിൽ അവൻ്റെ ഒരു പൂർണ്ണ ബോധത്തോടെ സാധാരണ ഇതില്ലേ ഒരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ടുള്ള വ്യക്തി അവന് ശരിയെന്ന് തോന്നുന്നു ചില കാര്യങ്ങൾ. അത് എങ്ങനെ അതിനകത്തോട്ട് അറൈവ് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നു ദൈവം ആത്മാവിനെ തൂക്കി നോക്കുന്നു. ഇവൻ ഈ പറഞ്ഞ ഈ ദാവീദ് കൊടുത്തതുപോലെ അവൻ്റെ അവൻ്റെ റൂഹ അവൻ്റെ സ്പിരിറ്റിനെ ദൈവത്തിന്റെ കൈ കൊടുത്തായിരുന്നെങ്കിൽ അവൻ അറൈവ് ചെയ്യുന്ന അത് ശരിക്കും ശരി തന്നെയായിരിക്കും. അതല്ല അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവിടെ പത്രോസിൽ പ്രവർത്തിക്കാമെങ്കിൽ സാധാരണക്കാരായ നമ്മുടെ കാര്യത്തിലൊക്കെ എത്ര അധികം. അപ്പോൾ
യഥാർത്ഥമായി നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ റൂഹ കൊടുക്കണം. ഇപ്പൊ നമ്മൾ ദാവീദിന്റെ ആ ഒരു സിസ്റ്റത്തിലൂടെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ്. ഈ വേദഭാഗം നമ്മൾ പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ മൊത്തം ഇപ്പൊ വായിച്ച 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഒരു പ്രാർത്ഥനാ ശബ്ദമാണ് നമ്മൾ അവിടെ കാണുന്നത്. ഹല്ലേലൂയ. ആ പ്രാർത്ഥനാ ശബ്ദത്തിൽ 3-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: നീ എൻ്റെ പാറയും എൻ്റെ കോട്ടയുമല്ലോ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് നമ്മൾ കുറച്ച് ആഴത്തിൽ പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയ. നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഹല്ലേലൂയ. ഈ ദാവീദിന് ദൈവത്തിന്റെ നാമത്തെ കുറിച്ചുള്ള വെളിപ്പാട് ഈ ദാവീദിന് വളരെ ചെറുപ്പത്തിലേ കിട്ടിയതാണ്. നമ്മളിപ്പോ പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ യേശു നമ്മൾക്ക് അറിയേണ്ട ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ദൈവത്തിന്റെ നാമത്തെ കുറിച്ചുള്ള അറിവ്. അല്ലെങ്കിൽ നാമം എനിക്ക് ഏറ്റവും ഭയങ്കരമായിട്ട് തോന്നണം. അതൊരു മസ്റ്റാ. ഓരോ വിശ്വാസികൾക്കും ദൈവത്തിന്റെ നാമം അത്യുന്നതമാണെന്ന്, ഏറ്റവും ശ്രേഷ്ഠമാണെന്ന്, ഏറ്റവും ശക്തമാണെന്ന് എല്ലാ വിശ്വാസികൾക്കും തോന്നണം. അതായത് ആ യഥാർത്ഥമോ ഞാൻ എങ്ങനെ ആ ദൈവത്തിന്റെ നാമം ഏറ്റവും വിശുദ്ധീകരിക്കപ്പെടുന്ന, ഏറ്റവും ഉന്നതമായിരിക്കുന്ന രീതിയിൽ, ഹല്ലേലൂയ, യഥാർത്ഥമായ അർത്ഥം അങ്ങനെയാട്ടോ. അതായത് ഹലോ ബി ദൈ നെയിം, നമ്മൾ കുറച്ച് ദൈവത്തിന്റെ നാമത്തെ പൂഴ്ത്തിക്കൊണ്ട് ദൈവത്തിന്റെ നാമത്തിന് പ്രത്യേകിച്ച് എലിവേഷൻ ഒന്നും വരില്ല. ദൈവത്തിന്റെ നാമം ഇസ് ദ മോസ്റ്റ്, അല്ലെങ്കിൽ അറ്റ്മോസ്റ്റ്, ഏറ്റവും ഉന്നതമായിരിക്കുന്ന ഒരു നാമമാണ്. അതിനൊരു എലിവേഷൻ വരാൻ പോണില്ല. പകരം നമുക്ക് ആ നാമത്തെ കുറിച്ചുള്ള റിവലേഷൻ കിട്ടലാ വേണ്ടത് ആക്ച്വലി. അതായത് എനിക്ക് ഈ നാമം വലിയൊരു നാമമാണെന്ന് സോനുവിന് തോന്നണം. ഇവിടെ കേൾക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും തോന്നണം ഈ നാമം വലിയൊരു നാമമാണെന്ന്. ഹല്ലേലൂയ. ഇവിടെ ദാവീദിന്റെ സങ്കീർത്തനമായ 31 വരുമ്പോൾ ദാവീദ് കുറച്ച് മെച്യൂർ ആയിട്ട്, അല്ലെങ്കിൽ ചെറിയ ഇൻ ബിറ്റ്വീനിൽ എഴുതിയ പ്രതിസന്ധി ഘട്ടത്തില് ഒക്കെയും അത് മനസ്സിലാകുന്ന രീതിയിൽ, അല്ലെങ്കിൽ നമുക്ക് പ്രതിസന്ധിയുടെ ഭാഗത്ത് നിന്ന് എഴുതിയ ഒരു സങ്കീർത്തനമായിരിക്കണം ഈ 31-ാം സങ്കീർത്തനം. അതിനകത്ത് വളരെ വ്യക്തമായി ദാവീദ് ഒരു കാര്യം പ്രാർത്ഥനയിൽ അപേക്ഷിക്കുന്നു: ദൈവമേ, നിന്റെ നാമനിമിത്തം എന്നെ നടത്തി പാലിക്കണമേ. ഹല്ലേലൂയ. പക്ഷേ ഞാൻ പറയാൻ വരുന്ന കാര്യം, ഈ ദാവീദ് ദൈവത്തിന്റെ നാമം ശരിക്കും അറിയുന്ന ഒരു ദാവീദായിരുന്നു. ഹല്ലേലൂയ. അത് നമുക്ക് യഥാർത്ഥമായി മനസ്സിലാകണമെങ്കിൽ നമുക്ക് ആ 1 ശമൂവേൽ 17-ന്റെ 45 തോന്നുന്നു. നമ്മുടെ ഒന്ന് എടുക്കാവോ? 1 ശമൂവേൽ 17:45. ദാവീദ് ഫിലിസ്ത്യരോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ ഭാഗം ശമൂവേലിന്റെ പുസ്തകമാണ്. ഇത് എഴുതുമ്പോൾ, അല്ലെങ്കിൽ ഈ കാര്യം പോർട്രേറ്റ് ചെയ്യുമ്പോൾ, ദാവീദ് എന്നുള്ളതൊരു ബാലനാണ്, അല്ലെങ്കിൽ ഒരു കൗമാരക്കാരനാണ്, വളരെ യങ്ങാണ്. അപ്പോ ദാവീദിന്റെ ക്രിസ്ത്യൻ ലൈഫിന്റെയോ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള യഥാർത്ഥമായ ലൈഫിന്റെയോ ആദ്യ ഘട്ടത്തിൽ തന്നെ ദാവീദിന് വെളിപ്പെട്ട ഒരു സത്യമാണ് ഹല്ലേലൂയ. എന്താ സത്യമെന്ന് പറഞ്ഞാൽ, ഒരു യുദ്ധതന്ത്രവുമല്ല, ഒരു ടെക്നിക്കല്ല, ഒരു ടെക്നോളജി അല്ല, ഒരു വിധമായ ഒരു വാർ ടാക്ടിക്സ് ഒന്നുമല്ല. ഒറ്റ കേസാ ദാവീദ് എടുത്തു പറയണത്.
യെസ്, നീ ഹല്ലേലൂയ നിന്റെ സിസ്റ്റവുമായി വരുന്നു. യെസ്, നീ യെസ്, ഇവിടെ വളരെ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നു, നീ വാളും കുന്തവും വേലുമായി എന്റെ നേരെ വരുന്നു, ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേലിൻ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നു. ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ, വളരെ യങ്ങായ ബാലനായ ദാവീദ്, അവന്റെ ശുശ്രൂഷ അല്ലെങ്കിൽ അവൻ ആ ദാവീദിനെ ദാവീദാക്കിയ ഒരു 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 ഘട്ടത്തിൽ യെസ് നമ്മൾ വായിക്കുന്നതും മനസ്സിലാക്കുന്നതുമായ ഒരു കാര്യമാണ്. അന്നത്തെ യുദ്ധം ജയിച്ചത് ഒറ്റ കേസാണ്, അവൻ ദൈവത്തിന്റെ നാമം എടുത്തു. ഹല്ലേലൂയ. എന്റെ ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് ദാവീദിന് ഇത് വളരെ ചെറുപ്പത്തിലെ മനസ്സിലായി? നമുക്ക് ഇത്രയും പ്രായമായിട്ട് ഈ നാമത്തിന്റെ വലിയ മഹത്വം മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് യേശു പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ ഈ നാമത്തിന്റെ മഹത്വം അല്ലെങ്കിൽ മനസ്സിലാവണമെന്ന് ദൈവം നമ്മളെ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ. ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓ ഹല്ലേലൂയ. അന്നത്തെ ഹല്ലേലൂയ നമുക്കറിയാം, ഹല്ലേലൂയ ചില പ്രത്യേക സിറ്റിസൺഷിപ്പ് അത് പോട്ടെ, അല്ലെങ്കിൽ ചില നമുക്കറിയാം ഈ പറഞ്ഞ ഡിപ്ലോമാറ്റിക് പ്രിവിലേജ് ഉള്ള ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു 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 ഡിപ്ലോമാറ്റിനെ വേറൊരു രാജ്യത്തിന് തൊടാൻ പറ്റത്തില്ല. ഇവിടെ തെറ്റ് കാണിച്ചാൽ പോലും തൊടാൻ പറ്റില്ല. ഇന്ത്യക്കാരെ അങ്ങനെ ആ ഒരു പ്രശ്നം ഒരിക്കലും US വെച്ചുണ്ടായതാണ്. അവരെ അറസ്റ്റ് US അറസ്റ്റ് ചെയ്തതാണ്. ഞാൻ അതിനെ കുറിച്ചൊന്നും അല്ല ഞാൻ പറയണത്. ദാറ്റ് മീൻ, പക്ഷെ ഒരു സത്യം ഞാൻ പറയുന്നത്, ഐ ഡോണ്ട് വാണ്ട് ടു കമന്റ് എനിത്തിങ് ഓൺ സച്ച് തിങ്സ്. പക്ഷേ ഒരു ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള വ്യക്തിനെ തൊട്ടാൽ, ഹല്ലേലൂയ, ആ രാജ്യം മൊത്തം അവന്റെ പുറകെ, അല്ലെങ്കിൽ അവനെ തൊടുന്നതെന്ന് പറഞ്ഞാൽ ആ രാജ്യത്തെ കയറി തൊടുന്നതാണ്. ഹല്ലേലൂയ. അതേപോലൊരു അവസ്ഥയാണ് പ്രിയ ദൈവമക്കളെ. യെസ്, ഹല്ലേലൂയ. യെസ് യെസ് എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഒരു കാര്യം ചെയ്യുന്നത്, എന്റെ ദൈവത്തിന്റെ നാമത്തിൽ ഞാൻ ഒരു കാര്യത്തിൽ ഇടപെടുകയും യെസ് സാത്താനെയോ അല്ലെങ്കിൽ ദുഷ്ടനെയോ വെല്ലുവിളിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷെ ഇത് നമുക്ക് തോന്നണം. ഇത് ദാവീദിന് തോന്നിയായിരുന്നു, തുടക്കത്തിലേ തോന്നിയായിരുന്നു. ഒരു പയ്യനായിരിക്കുമ്പോൾ, ഒരു യൗവനക്കാരെന്ന് പറയാൻ പറ്റില്ല, ഒരു ടീനേജർ ആയിരിക്കുമ്പോൾ തന്നെ തോന്നി അവൻ ജയിച്ചതാ. എന്നിട്ട് വർഷങ്ങൾക്ക് ശേഷം 31 സങ്കീർത്തനം എഴുതുമ്പോഴും അപ്പോഴും ദാവീദിന്റെ ആവശ്യം ഇതാ, ദൈവമേ അങ്ങയുടെ നാമനിമിത്തം എന്നെ ഒന്ന് നടത്തി പാലിക്കണമേ. ഹല്ലേലൂയ. അപ്പോ എന്താണ് ഇതിന്റെ ആഴത്തിൽ അല്ലെങ്കിൽ ഇതിന്റെ പുറകിലിരിക്കുന്ന ഒരു സിസ്റ്റം? നമുക്കത് വ്യക്തമായി മനസ്സിലാവണം ദൈവമക്കളെ. ഹല്ലേലൂയ. ഓ ജീസസ്, വ്യക്തമായി ഇത് മനസ്സിലാവണം. ഇതിന്റെ മനസ്സിലായാൽ യെസ് ഹല്ലേലൂയ, ഇനിയുള്ള പ്രാർത്ഥനകൾ, ഇനിയുള്ള നമ്മുടെ ലൈഫ് ചേഞ്ച്ഡ് ആയിരിക്കും. ഹല്ലേലൂയ. ഇതിന് മനസ്സിലാകണമെങ്കിൽ നമ്മൾ ഈ ക്രിസ്ത്യൻ ലൈഫിന്റെ ഫണ്ടമെന്റൽസിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാവണം. ബേസിക്കലി അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഹല്ലേലൂയ. ഇത് മനസ്സിലാകണമെങ്കിൽ നമുക്ക് അറിയാം 32 സങ്കീർത്തനത്തിന്റെ ഒരു ടോട്ടൽ പാറ്റേൺ ഞാൻ ഇതിനു മുമ്പേ എടുത്തിട്ടുള്ളതാണ്. 32 സങ്കീർത്തനത്തിൽ നമുക്കറിയാം, ഒരു പിന്മാറ്റത്തിൽ വരുന്ന അല്ലെങ്കിൽ ആയിരുന്ന ഒരു വ്യക്തി ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് അവൻ യഥാർത്ഥമായി ദൈവത്തോട് അവന്റെ അകൃത്യം അറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ ആ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. അതാണല്ലോ 32 സങ്കീർത്തനത്തിന്റെ പാറ്റേൺ. അപ്പോ അങ്ങനെ പാപത്തിന്റെ കുറ്റമൊക്കെ ക്ഷമിച്ച് കഴിഞ്ഞിട്ട് വാട്ട് ഈസ് നെക്സ്റ്റ്? ഇനി ഞാൻ എങ്ങനെ ജീവിക്കും? ഇനി എന്റെ ലൈഫ് എങ്ങനെ മുന്നോട്ട് പോകും? ഹല്ലേലൂയ. അവിടെ 32 സങ്കീർത്തനത്തിന്റെ 8 വാക്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വാക്യമാണ്. ഇത് ഭയങ്കര ആഴത്തിലുള്ള, അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനത്തിന്റെ ആഴത്തിലെ മർമ്മത്തിൽ നിന്നിട്ടൊരു വ്യക്തിക്ക് ഓഫർ ചെയ്ത ഓഫറിങ് അല്ലത്. വെരി സിമ്പിൾ
ഹമ്പിളായിട്ട് ഒരാൾ വിശ്വാസത്തിൽ വന്ന മൊമെന്റ് മുതലേ ദൈവം ഓഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതെന്താന്ന് വെച്ചാൽ 32:8 ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. ഐ വിൽ ഗൈഡ് യു വിത്ത് മൈ ഐ. ഇത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു ദൈവത്തിന്റെ സന്നിധിയിൽ ഭയങ്കര ആഴത്തിൽ നിന്ന് അല്ലെങ്കിൽ ഭയങ്കരമായ സംഭവം കഴിഞ്ഞിട്ടൊന്നും കിട്ടുന്ന ഒരു കാര്യമല്ലതല്ലത്. പ്രിയ ദൈവമക്കളെ, ദൈവത്തിന്റെ സന്നിധിയില് യഥാർത്ഥമായി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് യഥാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയില് നമ്മളെ തന്നെ സമർപ്പിക്കാൻ തയ്യാറാണോ? സമർപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ കാര്യം ശരിക്കും ഉള്ളിലോട്ട് എടുത്തോണേ. ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ. ദൈവം പാപം ക്ഷമിക്കപ്പെട്ട ഒരു വ്യക്തിക്ക് ഓഫർ ചെയ്യുന്ന ഓഫറാണ്, നീ നടക്കേണ്ടുന്ന പാത, അതിന്റെ ഇൻസ്ട്രക്ഷൻ, അതിന്റെ ടീച്ചിങ് ഇനി ഞാൻ പറഞ്ഞുതരും. ദൈവം പറയുന്നത് ഇത് എല്ലാ വ്യക്തിയും ശരിക്കും എടുത്താലുണ്ടല്ലോ, ഓ ഹല്ലേലൂയ, നീ നടക്കേണ്ടുന്ന പാത പറഞ്ഞു തരാൻ ശക്തനാണ് എന്റെ ദൈവം. ഹല്ലേലൂയ. ഇന്നു മുതൽ നീ തെരഞ്ഞെടുക്കേണ്ടുന്ന പാത നിന്റെ വലിയ ആണത്തലയിൽ ഒന്നും ചെയ്യണ്ട. ഓ ദാവീദ് അവന്റെ യുദ്ധതന്ത്രമോ അവിടുത്തെ അന്നത്തെ ടെക്നോളജി ഒന്നും അല്ല എടുത്ത് വീശിയത്, നാമം മാത്രമാ, ഡിപ്ലോമാറ്റ് അധികാരമാ ഉപയോഗിച്ചത്. കാരണം എന്താണെന്നറിയോ? ദാവീദിനറിയാം, ഞാൻ സ്വന്തം ഇഷ്ടത്തിൽ നടക്കാതെ എന്റെ സ്വന്തം താല്പര്യമൊക്കെ മാറ്റിവെച്ച് അപ്പ ഞാൻ എന്ത് ചെയ്യണമെന്ന് അപ്പനോട് ചോദിക്കുകയും അപ്പൻ പറഞ്ഞു തരികയും അതിൽ നടക്കുകയും ചെയ്യുന്ന ചങ്കൂറ്റം ഉണ്ടോ? ഓ വി ആർ അണ്ടർ ഹിസ് ഗ്രേറ്റ് പ്രിവിലേജിലാ, ആ വലിയ നാമത്തിന്റെ അണ്ടറിൽ തന്നെയാ. പക്ഷെ ഒറ്റ കേസുണ്ടല്ലോ, ജീവിതം നയിക്കുന്ന എന്റെ ബുദ്ധി പൊട്ട ബുദ്ധി അല്ല, ദൈവം എന്റെ തമ്പുരാൻ പറഞ്ഞു തരുന്ന ഓരോ സ്റ്റെപ്പിലാണ് ഞാൻ നടത്തണമെന്നുള്ള ചങ്കൂറ്റം വേണം. യെസ്, എന്റെ പൊട്ട ബുദ്ധി കൊണ്ട് ഞാൻ ഇത്ര നാൾ ജീവിച്ച് എന്റെ വർഷങ്ങൾ പോയി. പക്ഷേ യെസ്, ഞാൻ എന്റെ ദൈവം പറയുന്നത് അനുസരിച്ച് ജീവിക്കും. അവൻ ഞാൻ എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട, ഈ കാര്യത്തെക്കുറിച്ച് ദൈവമേ അങ്ങയുടെ അഭിപ്രായം എന്താ എന്ന് ആര് ചോദിപ്പാൻ തയ്യാറാണോ? യെസ്, അവന്റെ സ്വന്തം മാറ്റിവെച്ച് തന്നെ താൻ ത്യജിച്ച് തന്നെ താൻ പരിപൂർണമായി മാറ്റിവെച്ച് അപ്പം പറയുന്നത്, ഓ ഹല്ലേലൂയ. ഇത് ബൈബിൾ ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രിയ ദൈവമക്കളെ, വലിയ ഭയങ്കരമായിട്ടുള്ള സ്പിരിച്വൽ നോളജിന്റെ അപ്പുറം കഴിഞ്ഞിട്ട് കിട്ടുന്ന സാധനം അല്ല ഇത്. ഫണ്ടമെന്റൽ ബേസിക്കാ. ആര് തയ്യാറാ എടുക്കാൻ? ആർക്ക് വേണം ദൈവത്തിന്റെ വാക്ക്? ആർക്ക് വേണം ദൈവം കാണിക്കുന്ന വഴി? ജസ്റ്റ് ആസ്ക് ഹിം, ജസ്റ്റ് ആസ്ക് ഹിം. ദൈവം അത് താല്പര്യമുണ്ടെങ്കിൽ, അത് ആവശ്യബോധം തോന്നുന്നുവെങ്കിൽ, ഓ ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, യെസ്, ആവശ്യബോധം തോന്നുന്നുവെങ്കിൽ ദൈവം പറഞ്ഞു തരാൻ തയ്യാറാ. കാരണം ഇത് ബൈബിളാ, പറഞ്ഞ വാക്ക് മാറ്റുന്നവനല്ല. Hallelujah. Are you ready to listen? Yes, hallelujah. From the, yes, hallelujah, supreme authority. Yes, നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകണം, എന്ത് ചെയ്യണം, ഞാൻ എങ്ങനെ, യെസ്, എൻ്റെ ഈ ലൈഫ്, എൻ്റെ സമയം ഓരോ ദിവസവും മുന്നോട്ട് പോകുക, ആയുസ് കുറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ എൻ്റെ യെസ് ഹല്ലേലൂയ ഈ ആയുസ് എഫക്റ്റീവായിട്ടാണോ യെസ് യഥാർത്ഥമായി യൂസ് ചെയ്യുന്നത്? അതല്ല. യെസ്, ഇസ്രായേൽ മക്കളുടെ 40 ആണ്ട് ആ തലമുറയോട് നീരസമുണ്ടായിട്ട് വെറുതെ ചുറ്റി നടന്ന് ആയുസ് തീർന്നുപോയി. ഹല്ലേലൂയ. ആയുസ് കൊള്ളില്ലാതായി പോയി, അവന്റെ ലൈഫ് വേസ്റ്റായി. യെസ്, പക്ഷേ ഒരു യോശുവ, ഒരു കാലേബും ഉണ്ട്. ദൈവത്തിന്റെ ആലയത്തോട് പറ്റിയിരുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ആത്മാവുള്ള ഒരു സിസ്റ്റത്തിൽ നടന്നൊരു വ്യക്തികളുണ്ട്. അവർ യെസ് എത്തേണ്ട അടുത്ത് എത്തി. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇതൊക്കെ പഠിക്കുമ്പോൾ ഇത് ആഴത്തിൽ മനസ്സിലാവണം. എൻ്റെ അപ്പൻ
ഞാൻ എന്ത് ചെയ്യണ്ടു എന്ന് പറഞ്ഞു തരാൻ ശക്തനാ. എന്നെ അറിയുന്നത്, ഞാൻ ഈ ദൈവത്തെ അറിയുന്ന ഒരു തിയറിറ്റിക്കൽ രീതിയിലല്ല. എൻ്റെ ഡേ ടു ഡേ ലൈഫിൽ, എൻ്റെ പേഴ്സണൽ ലൈഫിൽ, എൻ്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ, എൻ്റെ ബിസിനസിന്റെ കാര്യത്തിൽ, എൻ്റെ നിത്യജീവന്റെ കാര്യത്തിൽ, എൻ്റെ ശുശ്രൂഷയുടെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് പറഞ്ഞു തരണം എന്ന് എന്നെ പഠിപ്പിക്കുന്ന കാര്യത്തിൽ എൻ്റെ അപ്പൻ എനിക്ക് പറഞ്ഞു തരാൻ തയ്യാറാണ്. അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഹല്ലേലൂയ. അല്ലാത്തൊരു സിസ്റ്റം ആണ് എൻ്റെ പൊട്ട ബുദ്ധി എന്ന് എഴുതുകയാണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ അങ്ങനെ വലിയ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഇടയിൽ നിന്ന് അല്ലെങ്കിൽ ബിസിനസ്സോ കാര്യങ്ങൾ ചെയ്യുന്ന, പക്ഷേ എനിക്ക് അതിന് ഒരു വാല്യൂ കൊടുത്തിട്ടില്ല. എൻ്റെ അപ്പം പറയുന്നതിൻ്റെ അപ്പുറം അല്ലാതെ ഒരു കാര്യം ഹല്ലേലൂയ ബാഹ്യമായിട്ടുള്ള പല എൻ്റെ പാർട്ട്നേഴ്സൊക്കെ വളരെ PhD നിശ്ചയമുണ്ട്. അതല്ലാതെ IIT പ്രൊഫസറും അവരും ഇവരൊക്കെ ഉണ്ട്. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ, ഏതെങ്കിലും ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു സാധാരണ കൂടുതൽ പഠിച്ചു കിട്ടുന്ന ഒരു സംഭവമായിരിക്കാം PhD. പക്ഷെ എൻ്റെ അപ്പന്റെ ഹല്ലേലൂയ, ഇയ്യോബിന്റെ പുസ്തകത്തിലെ 39 അധ്യായത്തിലെ ഏതെങ്കിലും ഒരു വാക്യത്തിന്റെ ഒരു ശകലം എടുത്ത് പഠിച്ചാൽ നമുക്ക് 10 PhD കിട്ടും. ഹല്ലേലൂയ, ദാറ്റ് ഈസ് ദാറ്റ് ഡീപ്. ഹല്ലേലൂയ. യെസ്, കാരണം സകലതിനെ ഉളവാക്കിയ, സകലതിനെയും ഹല്ലേലൂയ മെനഞ്ഞ എൻ്റെ അപ്പന്റെ ബുദ്ധി കവിഞ്ഞു വെക്കാൻ, ആ സിസ്റ്റത്തിന്റെ ആ ശക്തിയുടെ ഹല്ലേലൂയ അപ്പുറം വെക്കാൻ ഒരു കാര്യത്തിനും പറ്റത്തില്ല. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ദൈവത്തിന്റെ നാമം അറിയണമെങ്കിലുണ്ടല്ലോ, ആദ്യം എൻ്റെ അപ്പനാ വലുത്. എൻ്റെ ദൈവം എനിക്ക് ബുദ്ധി പറഞ്ഞു തരും. ഞാൻ നടക്കേണ്ടുന്ന വഴി എൻ്റെ പൊട്ട ബുദ്ധിയിലല്ല. ഞാൻ ഡിസൈഡ് ചെയ്യേണ്ടത്, ഡിഫൈൻ ചെയ്യേണ്ടത്. വെറുതെ എൻ്റെ ആയുസിനെ പാഴാക്കാൻ ഞാനില്ലേ. എൻ്റെ അപ്പം പറയുന്നത് ഞാൻ ചെയ്യുമെന്ന് ആര് പറഞ്ഞ് സമർപ്പിച്ച് അപ്പനിൽ നിന്ന് കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നോ, ഹല്ലേലൂയ, ജീസസ്, അങ്ങനെയുള്ള വ്യക്തി ഉണ്ടല്ലോ, അവന്റെ നാമം ആ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ആ പദവിയിലായിരിക്കും. ഹല്ലേലൂയ. അവനെ തൊട്ട് കളിച്ചാലുണ്ട്, അവന് നല്ല ബോധം വേണം. ഞാൻ പരിപൂർണമായി എൻ്റെ എല്ലാ കാര്യവും സറണ്ടർ ചെയ്തിട്ട് അപ്പം പറയുന്ന സിസ്റ്റത്തിൽ ജീവിക്കുന്ന വ്യക്തിയാണ്. ഹല്ലേലൂയ. ആ നാമത്തിൽ കളിക്കുന്ന, ആ നാമത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തിയാ. ആ നാമത്തെ തൊട്ട് കളിച്ചാൽ ഒരു ഗോലിയാത്തെ നിനക്ക് എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ മൊമെന്റിൽ ഹല്ലേലൂയ, ആ യുദ്ധം ജയിച്ച വാക്കാണ്, അല്ലെങ്കിൽ ആ വാക്യമാണ് ഹല്ലേലൂയ. ആ 1 ശമൂവേൽ 17:45. ഹല്ലേലൂയ. ആ ഒറ്റ വാക്യത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവിടെ ഇറങ്ങി അതിനെ കൺസ്യൂം ചെയ്ത് കളഞ്ഞു. ഹല്ലേലൂയ. പരിപൂർണമായും ഫലസ്തീൻ, അവൻ ഗോലിയാത്ത്, അവന്റെ ടീം അടിഞ്ഞു മാറിയത് ആ ഒറ്റ വാക്കിലാ. നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ വരുന്നുവെന്ന് പറഞ്ഞ് ഒറ്റ വീശി. പക്ഷേ ആ വീശിയതിന്റെ പവർ ഉണ്ടല്ലോ, ദൈവത്തിന്റെ ഫുൾ പവർ എടുത്ത് അതിന് ആ കല്ലിലൂടെ വന്നിട്ടുണ്ടാവും. അവനെ തൂത്ത് പറക്കി എടുത്തിട്ടുണ്ടാവും. പ്രിയ ദൈവമക്കളെ, പക്ഷേ ഇതിനകത്ത് എന്തെങ്കിലും ലോജിക് ഉണ്ടോ? ഇതിനകത്ത് എന്തെങ്കിലും യുദ്ധതന്ത്രമുണ്ടോ? ഇതിനകത്ത് വലിയ ഹല്ലേലൂയ പൊളിറ്റിക്സ് ഉണ്ടോ? ഇതിനകത്ത് ഒന്നുമില്ല. ഒറ്റ ഉള്ളൂ കിസു, ഒറ്റ കാര്യമുള്ളൂ, അവന്റെ നാമം. ഒറ്റ കാര്യമുള്ളൂ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന വ്യക്തി ദൈവത്തിന്റെ നാമം പേറുന്ന വ്യക്തിയാ. അവനെ തൊട്ട് കളിക്കാൻ ദൈവം സമ്മതിക്കില്ല. അവൻ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിപ്ലോമാറ്റിക് പ്രിവിലേജാ. ഹല്ലേലൂയ. തൊടാൻ പറ്റില്ല. അവൻ പറയുന്നത് അതേപടി അത് ദൈവം സ്വർഗം ഇംപ്ലിമെന്റ് ചെയ്ത് കൊടുക്കും. കാരണം എന്നാന്നറിയോ? അവന്റെ ലൈഫിനെ സറണ്ടർ ചെയ്തിട്ടാ ഈ ദൈവത്തിന്റെ വാക്ക് കേട്ടിട്ട് അവൻ ജീവിക്കുന്നത്. മറ്റ് ഹല്ലേലൂയ ഇസ്രായേൽ നേരയുടെ സൗലടക്കം, ഈ ദാവീദിന്റെ സഹോദരങ്ങളടക്കം ആർക്കും ഇല്ലാത്തൊരു സ്പെഷ്യൽ ബന്ധം ഹല്ലേലൂയ ദാവീദിന് ദൈവവുമായിട്ടുണ്ട്. അവനത് മനസ്സിലാക്കിയായിരുന്നു. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഹല്ലേലൂയ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഹല്ലേലൂയ. ഓ, ആ ഒരു പ്രാർത്ഥനയില് ഹല്ലേലൂയ, നിന്റെ നാമം ഹല്ലേലൂയ വിശുദ്ധീകരിക്കപ്പെടണമേ എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, ഇന്നു മുതല് ഹല്ലേലൂയ. യഥാർത്ഥമായി യേശുവിനെ പിൻപറ്റുന്ന വ്യക്തികളാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ വഴിയിൽ തന്നെ ജീവിച്ചേ പറ്റൂ. അല്ലെങ്കിൽ നിങ്ങൾ പിൻപറ്റുന്നില്ല. യു ആർ നോട്ട് ബിയറിംഗ് ദ നെയിം, യു ആർ ജസ്റ്റ് ഫോളോയിങ് യുവർ ഓൺ വിസ്ഡം, യുവർ ഓൺ ഐഡിയോളജി. ദാറ്റ് ഈസ് നോട്ട് ദ വേ. അതല്ല സിസ്റ്റം. പക്ഷേ ചങ്കുറ്റത്തോട് പറയാൻ പറ്റുമോ, ഞാൻ എൻ്റെ ദിവസം ഡിഫൈൻ ചെയ്യുന്നത് എന്നും രാവിലെ എൻ്റെ അപ്പം പറയുന്ന യെസ് ആ ഒരു ഷെഡ്യൂൾ അനുസരിച്ചാണ് തൻ്റെ ഇടത്തോടെ പറയാൻ പറ്റുമോ? ഓ, യു ആർ ബിയറിംഗ് ദ നെയിം ഓഫ് ഗോഡ്. ഓ ജീസസ്. അതിനുവേണ്ടി നേരത്തെ എഴുന്നേക്കേണ്ടി വരും. ഓരോ ദിവസവും സ്റ്റാർട്ട് ചെയ്യുന്നത് യെസ് നേരത്തെ ആയിരിക്കും മസ്റ്റായിട്ട് ആവണം. കാരണം യേശു അങ്ങനെയായിരുന്നു അവളെ പഠിപ്പിച്ചത്. ഓരോ ദിവസത്തെ ഫുൾ ഷെഡ്യൂള് യെസ് നമ്മുടെ ജോലിയാവട്ടെ, ആത്മീയമാവട്ടെ, ഭൗതികമാവട്ടെ, മക്കളുടെ കാര്യമായിക്കോട്ടെ, ഏൽപ്പിച്ച ഏത് ഉത്തരവാദിത്തമായിട്ടോ എക്സലന്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ? പറ്റണം. പറ്റും. ദൈവത്തിൽ നിന്നുള്ള ഇൻസ്ട്രക്ഷൻ കിട്ടുക. എന്താ നടക്കാൻ പോണേന്ന് രാവിലെ നമുക്കറിയാം. എന്തൊക്കെ നടക്കുമെന്ന് വ്യക്തമായിട്ട് അറിയാം. ആത്മീയത്തിലും അറിയാം, ഭൗതികത്തിലും അറിയാം. ദൈവമായിട്ട് ചോദിച്ചു നോക്കും, വ്യക്തമായിട്ട് അറിയാം. ഇന്ന ആളെ മീറ്റ് ചെയ്യും, ഇന്ന ആളെ കണ്ട് ഞാനൊക്കെ ബിസിനസ് ചെയ്യണല്ലോ. അങ്ങനെ എന്തൊക്കെ കാര്യം ഫേസ് ചെയ്യുന്നു, എന്തൊക്കെ പ്രശ്നമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമില്ലേ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോണേ, എല്ലാം അറിയാം. മുന്നേ അറിയും. പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. പക്ഷെ അത് അങ്ങനെ വേണം, അങ്ങനെ എനിക്ക് റിസീവ് ചെയ്യണം എന്നുള്ള താല്പര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്ന് കൊടുക്കണം. ഇത് കേവലം ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത് നിർത്താനുള്ളതല്ല. 24/7 365 ഡേയ്സ് യഥാർത്ഥമായ ഒരു ദൈവ പൈതലിന്റെ സിസ്റ്റം ഇതായിരിക്കണം. അങ്ങനെയുള്ളവന് പറയാം ഹല്ലേലൂയ, ഓ യെസ് യെസ് യെസ്, ഞാൻ ആ നാമം പേറുന്നതാ. എനിക്ക് ഏറ്റവും വലുതാ നാമമാ. ഓ, ഏറ്റവും വലുതാ നാമമാ. ഹല്ലേലൂയ. അത് വെറുതെ ഒന്നും വന്നതല്ല. യെസ് ഹല്ലേലൂയ. എൻ്റെ എല്ലാ കാര്യവും മാറ്റി വെച്ചിട്ട് ഞാൻ പരാജയമായി എല്ലാ കാര്യത്തിലും റോങ്ങായി യെസ് എല്ലാ കാര്യത്തിലും തെറ്റായി ഫെയിലറായിട്ട് പോയി നശിക്കുന്ന അവസ്ഥയിൽ നിന്ന് എൻ്റെ അപ്പന്റെ സിസ്റ്റത്തിൽ വന്ന് അപ്പൻ എന്നെ നടത്തുന്ന ഒരു സിസ്റ്റമാണ്. ഹല്ലേലൂയ. ഓ ജീസസ്. ഹല്ലേലൂയ. അതിന് വലിയ പവറുണ്ട്. ഹല്ലേലൂയ. ഇത് ഹല്ലേലൂയ ആ നാമം എടുക്കുന്ന അവസ്ഥ ഹല്ലേലൂയ ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും ഉണ്ടോ? ഹല്ലേലൂയ. യെസ്, ആ നാമത്തിന് അത്ര വാല്യൂ ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് തോന്നണമെങ്കിൽ ഹല്ലേലൂയ ഇന്ന് മുതലേ ജീവിതം സ്വയം സറണ്ടർ ചെയ്തിട്ട് ദൈവത്തിന് നിങ്ങളെ നടത്താൻ പറ്റുമെന്ന് വിശ്വാസത്തോടെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം പറയുന്ന ആലോചന കേട്ട് അന്നത്തെ ദിവസം ജീവിക്കുക. അതിനകത്തെല്ലാം കവേട നിങ്ങളുടെ ആത്മീയ, ഭൗതിക, ശാരീരിക, മാനസിക, സാമൂഹ്യ, സാമ്പത്തികമായ, കുഞ്ഞുങ്ങളുടെ കാര്യം സംബന്ധിച്ച നിങ്ങൾ ഈ ഭൂമിയിൽ എന്തൊക്കെ നിങ്ങൾ ഫേസ് ചെയ്യുന്നോ അത് മൊത്തം കവേർഡ് ചെയ്യാൻ പറ്റുന്ന സിസ്റ്റമാ ദൈവം ഓരോ വ്യക്തി ജീവിതങ്ങൾക്കും യഥാർത്ഥമായി പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഞാൻ നിങ്ങൾക്ക് സമൃദ്ധിയായ ജീവൻ നൽകുമെന്ന് പറഞ്ഞാൽ, അബണ്ടന്റ് ലൈഫ് തരുമെന്ന് പറഞ്ഞാൽ അബണ്ടന്റ് ലൈഫ് തന്നെയായിരിക്കും. ഹല്ലേലൂയ. അതിനകത്ത് പ്രശ്നമില്ല, പ്രതികൂലമില്ല എന്നല്ല. നമ്മളെ ഷാർപ്പൺ ചെയ്യാൻ, നമ്മളെ ഫൈൻ ട്യൂൺ ചെയ്യാൻ ഒരു പക്ഷെ ദൈവം പ്രശ്നവും പ്രതികൂലവും ഒക്കെ അനുവദിക്കും. പക്ഷേ വി വിൽ നോ, നമുക്ക് വ്യക്തമായി അറിയാം അത് ദൈവത്തിൽ നിന്ന് വന്നതാണോ അതോ നമ്മുടെ ബലഹീനത അല്ലെങ്കിൽ വല്ല പ്രശ്നങ്ങളാണോ, എല്ലാം നമുക്കറിയാൻ പറ്റും. നമ്മൾ ആ ട്യൂണിലാണെങ്കിൽ, ആ ദൈവവുമായിട്ടുള്ള ആ ട്യൂണിങ്ങിലാണെങ്കിൽ, ആ കഴിഞ്ഞ ആഴ്ച കാലം കേട്ടതുപോലെ ആ റൂഹേനെ അപ്പൻ്റെ കൈ കൊടുത്തിട്ട് ആ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണെങ്കിൽ വ്യക്തമായി നമുക്കറിയാൻ പറ്റും. ഹല്ലേലൂയ. നമുക്ക് ഹല്ലേലൂയ 103-ാം സങ്കീർത്തനത്തില് നമുക്കറിയാം ഹല്ലേലൂയ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വ അന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. പ്രിയ ദൈവമക്കളെ, ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന്
ഈ കാര്യം ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നുണ്ട് വാക്ക് ഓ മൈ സോൾ. ഇവിടെ സ്പിരിറ്റ് അല്ല, അത് മലയാളത്തിൽ അങ്ങനെ പ്രശ്നമുണ്ട്. ബ്ലസ് ദ ലോർഡ് ഓ മൈ സോൾ. അതായത് ഞാൻ മരിച്ചാലും എക്സിസ്റ്റ് ചെയ്യുന്നതാണ് സോള്. ആ സോളാ ദൈവത്തെ പുകഴ്ത്തുന്നത്. എൻ്റെ സോള് ദൈവത്തെ പുകഴ്ത്തുവാണ്. കാരണം എന്താണ്? അത് മാത്രമല്ല, ഓൾ ദാറ്റ് ഈസ് വിത്തിൻ മീ, സോളിനെ മുൻനിർത്തിയിട്ടാണ്. കാരണം വെച്ചാൽ സോളാണ് മരിച്ചാലും ശേഷിക്കുന്നത്. സോളിന് മുൻനിർത്തി എൻ്റെ എല്ലാ അസ്തിത്വവും, എല്ലാ കാര്യവും, എൻ്റെ ബോഡിയും എൻ്റെ സ്പിരിറ്റും എല്ലാം ദൈവത്തെ വാഴ്ത്തുകയാണ്. എന്നിട്ടൊരു കാര്യം പറയാൻ, ഫോർഗെറ്റ് നോട്ട് ഓഫ് ഹിസ് ബെനിഫിറ്റ്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കല്ല. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദാവീദിന്റെ ലൈഫ് നമ്മളെ ഒത്തിരി കാര്യങ്ങൾ പഠിപ്പിക്കുന്നതാണ്. ഹല്ലേലൂയ. ദാവീദ് ആ വലിയ യുദ്ധം ഗോലിയാത്തിനെ ജയിച്ച വിധം അവന്റെ നാമം ഉപയോഗിച്ചാന്ന് പറഞ്ഞു. ഈ ദാവീദിന് ആ ഒരു സ്റ്റെപ്പിലോട്ട് അസാധ്യമായ, അസാധാരണമായ, ഒരു കോമൺ സെൻസിനും ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ആ വലിയ യുദ്ധം ജയിപ്പിച്ചതിന് പുറകില് അവന്റെ കുറച്ച് ഹല്ലേലൂയ അവിശ്വാസത്തിൻ്റെതായ കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞായിരുന്നു സിംഹത്തിന്മേല്, അല്ലെങ്കിൽ കരടിയെ കീറിക്കളഞ്ഞത്, സിംഹത്തെ തോൽപ്പിച്ചതൊക്കെ അവിടെ ദാവീദ് പറഞ്ഞത്. ഇതൊക്കെ നമുക്ക് മനസ്സിലാവേണ്ടതാണ്. നമ്മുടെയൊക്കെ ജീവിതത്തില് ദൈവം നൽകിയ ഉപകാരങ്ങൾ മറക്കാനുള്ളതല്ല. ഹല്ലേലൂയ. മറന്നു കളയിപ്പിക്കുന്ന ദുഷ്ട പിശാചുണ്ടെങ്കിൽ അതിനെ ആദ്യം പുറത്താക്കിക്കൊള്ളണം. പ്രിയ ദൈവങ്ങളെ, കഴിഞ്ഞ ദിവസം ദൈവനോട് പഠിപ്പിച്ചൊരു കേസാണ്. ഈ താക്കോൽ ശരിക്കും ഉപയോഗിക്കണം കേട്ടോ. സ്വർഗരാജ്യത്തിലെ താക്കോൽ ഞാൻ നിനക്ക് തരുന്നു. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. നല്ല സെൻസിലായിരിക്കണം, സ്പിരിച്വൽ സെൻസിലായിരിക്കണം. യെസ്, നമ്മുടെ ഫ്രോണിയോ അല്ലെങ്കിൽ സാത്താനികമായ ചിന്ത വരുന്ന മൊമെന്റിൽ തന്നെ യേശുവിന്റെ നാമത്തിൽ അതിനെ പുറത്താക്കണം. അത് there are two things. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോ നമ്മളെ യഥാർത്ഥമായി സ്വർഗരാജ്യത്തിൽ സെക്യൂർ ചെയ്യാനുള്ള, സ്വർഗരാജ്യത്തിൻ്റെതായ സിസ്റ്റത്തിൽ, രക്ഷയുടെ സിസ്റ്റത്തിൽ സെക്യൂർ ചെയ്യാനുള്ള താക്കോൽ ഓൾറെഡി യേശു നമ്മുടെ കൈ തന്നിരിക്കുക. ദൈവം യഥാർത്ഥമായ ദൈവമാണെന്നുള്ള ബോധം, ആ ഒരു റെവലേഷൻ കിട്ടുന്ന സമയം മുതല്, ദൈവത്തിന്റെ ഈ നാമമൊക്കെ വെളിപ്പെടുന്ന സമയം മുതല് ഓരോ വ്യക്തിക്കും ഉള്ളതാണ് ഈ സാധനം. അതായത് വി ആർ റിയലി പ്രൊട്ടക്റ്റഡ് യെസ് ഇൻ ദാറ്റ് എറ്റേണൽ ലൈഫ് സിസ്റ്റം, അല്ലെങ്കിൽ ആ സ്വർഗരാജ്യത്തിന്റെ സിസ്റ്റത്തിൽ നമ്മൾ പ്രൊട്ടക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത്, അതിന്റെ ചാവി നമ്മുടെ കയ്യിലാട്ടോ. അപ് ടു അസ്. അപ്പോ ഈ ചാവിക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ ഈ സാധനത്തിന് ദുഷ്ടപിശാച് അടുത്ത് വരാതെയും, ജസ്റ്റ് ഇമാജിൻ, നമ്മളൊരു ഒരു കാര്യത്തെ പൂട്ടിട്ടു, ഒരു താഴിട്ട് പൂട്ടിയാൽ there are two things. ഒന്ന്, പുറമേ നിന്നുള്ള അന്ധകാര ശക്തിയോ സിസ്റ്റമോ അകത്തും കയറാൻ പറ്റത്തില്ല. അകത്തിരിക്കുന്ന ഗുഡ് തിങ് പുറത്തോട്ട് ചാടി നഷ്ടപ്പെട്ടു പോകാനും പാടില്ല. യെസ്, നിങ്ങളുടെ ആത്മാവിന്റെ ആ സെക്യൂരിറ്റി ശരിക്കും പറഞ്ഞ ചാവിയിലാണ്. അപ്പോ യഥാർത്ഥമായ ദുഷ്ടപിശാച് ഉള്ളിലോട്ട് നമ്മൾ കടന്നു വരാൻ അനുവദിക്കില്ല. നമ്മളിൽ നിന്ന് നന്മ പുറത്തു പോകാനും അനുവദിക്കില്ല. നല്ല ബോധം വേണം ഈ കാര്യത്തിന്. ഹല്ലേലൂയ. കാരണം ദുഷ്ടപിശാച് ഭയങ്കര തന്ത്രശാലിയാ. പക്ഷേ ദൈവം തരുന്ന ഈ ബേസിക് സാധനം, എൻ്റെ ദൈവത്തിന് എന്നെ ഞാൻ നടക്കേണ്ടുന്ന വഴി നടത്താൻ പറ്റും, അത് ദൈവം എനിക്ക് പറഞ്ഞു തരും. ഇന്ന് മുതൽ അത് കേൾക്കണം എനിക്ക്. എന്ന് രാവിലെ എനിക്ക് അറിയണം ഞാൻ എന്തൊക്കെ ചെയ്യണം. ഞാൻ ചുമ്മാ എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ചെയ്ത് എൻ്റെ കാലം പോയി ഇത് ശരിയാണോ ഞാൻ ചെയ്യുന്നത്? ഹല്ലേലൂയ. ഇതാണോ എന്നെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം? ഇതാണോ ദൈവം എന്നെ കുറിച്ച് പ്ലാൻ ചെയ്തത്? ഇതിനു വേണ്ടിയാണോ ലോകസ്ഥാപനത്തിന് മുമ്പേ എന്നെ തെരഞ്ഞെടുത്തത് എന്ന് ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇത് ഡൗട്ടൊക്കെ മാറണമെങ്കിലുണ്ടല്ലോ, അപ്പന്റെ സന്നിധിയിൽ ഞാൻ ഐ വിൽ ഇൻസ്ട്രക്ട് യു ആൻഡ് ടീച്ച് യു ദ വേ ഇൻ വിച്ച് യു ഷുഡ് ഗോ എന്ന് ദൈവം പറഞ്ഞ വാക്ക്
വിശ്വാസത്തോടെ ഏറ്റെടുത്ത് കേൾക്കാൻ വേണ്ടി അപ്പന്റെ സന്നിധി ഇരുന്ന് കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ഇരുന്ന് അങ്ങനെ പ്രാപിക്കുന്ന വ്യക്തിയാണെങ്കിൽ യു ആർ ബിയറിങ്, യു ആർ ഹാവിങ് ദാറ്റ് നെയിം. യെസ്, ദൈവം നിന്റെ ഫുൾ സ്പോൺസർ. നിന്റെ എല്ലാ കാര്യത്തിലും മൊത്തം സ്പോൺസർ. അവൻ നിന്റെ അകൃത്യമൊക്കെ മോചിക്കുന്നില്ല, സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. രോഗത്തിന് അടിമപ്പെട്ട് അല്ലെങ്കിൽ ഓരോ പ്രശ്നങ്ങൾ അടിയപ്പെട്ട് ദൈവത്തിന്റെ പദ്ധതി മാറ്റി നടക്കാനല്ല. ദൈവത്തിന്റെ പദ്ധതി എന്ത് ദൈവം പ്ലാൻ ചെയ്തോ അത് മുഴുവൻ അത് അക്കോംപ്ലിഷ് ചെയ്യാനാ എൻ്റെ ലൈഫ് കൊണ്ട് എന്ന് ഹല്ലേലൂയ ആ ഒരു ബോധത്തോടെ ഹല്ലേലൂയ എല്ലാ ദൈവമക്കളും മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഈ ഒരു നാമം എടുക്കുക എന്നുള്ള ആ പ്രാർത്ഥനയുടെ മർമ്മം ഏറ്റവും ഭയങ്കരമായി ഏറ്റെടുത്ത് അത് ധ്യാനിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ച് അധികം റിവലേഷനോടുകൂടെ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്നിരിക്കുന്നു. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ.